സഹസ്രാബ്ദങ്ങൾ പഴക്കമുള്ള മഹാഭാരത കഥയിലെ അരണ്യപർവ്വത്തിലാണ് നാം ഇപ്പോൾ. ചൂതുകളിയിലെ പരാജയത്തെ തുടർന്ന് വനവാസം അനുഷ്ഠിക്കുന്ന പാണ്ഡവർ അവരുടെ ആശ്രിതർക്ക് വേണ്ടി കൂടുതൽ അനുയോജ്യമായ വാസസ്ഥലം തേടുകയായിരുന്നു. നിലവിലെ കാമ്യകവനത്തിലെ പരിമിതികൾ തിരിച്ചറിഞ്ഞ ധർമ്മപുത്രനായ യുധിഷ്ഠിരൻ അനുജന്മാരെ വിളിച്ചു. നമ്മുടെ അനുയായികൾക്കും ബ്രാഹ്മണർക്കും യഥാവിധി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനും സൈന്യത്തിനും വസിക്കുന്നതിനും സാധ്യമാവുന്ന ഒരിടം കണ്ടെത്തുക. അങ്ങനെ തിരിച്ചിലിനൊടുവിൽ അവർ കണ്ടെത്തിയത് സാലവൃക്ഷങ്ങളാൽ സമൃദ്ധമായ ദ്വൈതവനം. അവിടുത്തെ ദ്വൈത് സരസിന്റെ ശാന്തത ക്ലേശങ്ങൾക്കിടയിലും പാണ്ഡവർക്ക് ആത്മീയമായ ഒരാശ്വാസം നൽകി. ദ്വൈതവനത്തിൽ താമസമാക്കിയ ശേഷം തങ്ങളെ അനുഗമിച്ച ബ്രാഹ്മണർക്ക് ഭക്ഷണം നൽകാൻ സാധിക്കാത്തതിൽ യുധിഷ്ഠിരൻ അതീവ ദുഃഖിതനായിരുന്നു. രാജധർമ്മം പാലിക്കുന്നതിൽ താൻ പരാജയപ്പെട്ടെന്ന് മനസ്സിലാക്കിയ യുധിഷ്ഠിരൻ സഹായിക്കാനായി സൂര്യദേവനെ ആരാധിച്ചു. തീവ്രമായ പ്രാർത്ഥനയിൽ സംപ്രീതനായ സൂര്യദേവൻ അദ്ദേഹത്തിന് ഒരു പാത്രം സമ്മാനിച്ചു, അക്ഷയപാത്രം. ഈ പാത്രത്തിൽ ദ്രൗപദി ഭക്ഷണം കഴിക്കുന്നതുവരെ എത്ര പേർക്ക് വേണമെങ്കിലും അന്നം വിളമ്പാമായിരുന്നു. ഈ പാത്രത്തിലൂടെ പാണ്ഡവർ അവരുടെ ആശ്രിതരുടെ വിശപ്പടക്കിയെങ്കിലും യുധിഷ്ഠിരന്റെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ട രാജ്യമായ ഇന്ദ്രപ്രസ്ഥത്തെക്കുറിച്ചുള്ള വേദന മാഞ്ഞില്ല. വനവാസത്തിലെ ഓരോ ദിനവും ഓരോ പാണ്ഡവനെയും വ്യത്യസ്തമായിട്ടാണ് ബാധിച്ചത്. യുധിഷ്ഠിരൻ തന്റെ സഹജമായ തത്വജ്ഞാനത്തോടെ വിദ്വാൻമാരുമായുള്ള ചർച്ചകളിൽ മുഴുകി ആശ്വാസം കണ്ടെത്തി. അർജുനൻ കർമ്മബലത്തിലും നീതിയുടെ അനിവാര്യമായ തിരിച്ചുവരവിലും വിശ്വസിച്ച് സ്വയം നിയന്ത്രിതനായി. എന്നാൽ വായുപുത്രനായ ഭീമന്റെ മനസ്സിൽ പ്രതികാരത്തിന്റെ തീയാളിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിന് ഈ നിഷ്ക്രിയത്വം സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. എന്നാൽ പാഞ്ചാലി ഹസ്തിനപുരിയിലെ അപമാനം ഓരോ നിമിഷവും അവരുടെ മനസ്സിൽ തീവ്രമായ ദുഃഖവും രോഷവുമായി നിറഞ്ഞുനിന്നു. അക്ഷയപാത്രം വിശപ്പടക്കിയെങ്കിലും മനസ്സിന്റെ വേദന മാത്രം ബാക്കിയായി. ഒരു സന്ധിക്ക് ധർമ്മചർച്ചകൾ അവസാനിച്ചപ്പോൾ പാഞ്ചാലിക്ക് തന്റെ സങ്കടത്തെ അടക്കി നിർത്താനായില്ല. ക്രോധം നിറഞ്ഞ അവരുടെ വാക്കുകൾ യുധിഷ്ഠിരന്റെ ക്ഷമാശീലത്തെ ചോദ്യം ചെയ്തു. അങ്ങ് എങ്ങനെയാണ് ഇത്ര നിസ്സംഗനായി ഈ കുശപ്പുല്ലിൽ ഇരിക്കുന്നത്? ദുഷ്ടനായ ദുര്യോധനന്റെ നിന്ദനം അങ്ങയെ ഒട്ടും അലട്ടുന്നില്ലേ? അങ്ങയുടെ സഹോദരന്മാർ ഈ വനത്തിൽ കഷ്ടപ്പെടുന്നു. എന്നിട്ടും അങ്ങയുടെ ക്ഷാത്രവീര്യം എവിടെ പോയി? അവർ തുടർന്നു. ക്ഷത്രിയന്റെ ധർമ്മം ക്ഷമയല്ല, കർമ്മമാണ്. ക്ഷമിക്കുന്നത് ദുർബലന്റെ ലക്ഷണമാണ്. ധർമ്മത്തെക്കുറിച്ച് സംസാരിക്കുന്ന അങ്ങ് ചൂതുകളി എന്ന മഹാപാപത്തിൽ ഏർപ്പെട്ടത് എങ്ങനെ? അപ്പോഴേക്കും അമർഷം നിയന്ത്രിക്കാനാവാതെ ഭീമൻ രംഗത്തെത്തി. അദ്ദേഹം യുധിഷ്ഠിരന്റെ നിഷ്ക്രിയത്വത്തെ ശക്തമായി എതിർത്തു. ഓ രാജൻ, ക്ഷത്രിയധർമ്മം മറക്കരുത്. യുദ്ധം ചെയ്യുക, ശത്രുക്കളെ നശിപ്പിക്കുക. അങ്ങയുടെ ഈ ക്ഷമയാണ് നമ്മെ ഈ ദുരിതത്തിലെത്തിച്ചത്. ഭീമന്റെ കുറ്റപ്പെടുത്തലുകൾ ശാന്തമായി കേട്ട യുധിഷ്ഠിരൻ ഒടുവിൽ തന്റെ ഉറച്ച നിലപാട് പ്രഖ്യാപിച്ചു. ഞാൻ എന്റെ പ്രതിജ്ഞ ലംഘിക്കുകയില്ല. 13 വർഷത്തെ വനവാസം ഞാൻ പൂർത്തിയാക്കും. അതിനുശേഷം യുദ്ധം ഉണ്ടാകും, തീർച്ച. യുധിഷ്ഠിരൻ തുടർന്നു. എനിക്ക് ഭീഷ്മരെയും ദ്രോണരെയും ഭയമില്ല. പക്ഷേ എന്റെ മനസ്സിനെ അലട്ടുന്ന ഒരേയൊരു യോദ്ധാവ് അവൻ കർണനാണ്. അവന്റെ കവചവും കുണ്ടലങ്ങളും അവനെ അജയനാക്കുന്നു. കർണൻ കൂടെയുള്ളിടത്തോളം കാലം വിജയം സുനിശ്ചിതമല്ല. ധർമ്മം, ക്ഷമ, കർമ്മം, ഈ 3 ആശയങ്ങൾക്കിടയിലെ സംഘർഷം മഹാഭാരതത്തിന്റെ അന്തിമഘട്ടത്തിന് ഇവിടെ തുടക്കം കുറിച്ചു. 13 വർഷങ്ങൾക്ക് ശേഷമുള്ള കുരുക്ഷേത്ര യുദ്ധത്തിനായി അവർ കാത്തിരുന്നു.